വയനാട് ഉരുൾപൊട്ടൽ മേഖലകളിലെ സുത്യർഹമായ രക്ഷാദൗത്യത്തിന് ശേഷം ഇന്ത്യൻ കരസേന, നാവികസേനകളിൽ ഒരു വിഭാഗം മടങ്ങി. മേജർ ജനറൽ വി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിലെത്തിയ 391 അംഗ സൈനിക സംഘമാണ് ദുരന്തമുഖത്ത് നിന്ന് മടങ്ങിയത്. മറ്റ് സേനാവിഭാഗങ്ങൾക്കൊപ്പം കാര്യക്ഷമമായ രീതിയിലുള്ള രക്ഷാതെരച്ചിൽ ദൗത്യത്തിന് ശേഷമാണ് ഇവരുടെ മടക്കം. സൈന്യത്തിൻ്റെ ഭാഗമായുള്ള മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിർമ്മിച്ച ബേലി പാലം ഇവരുടെ ദൗത്യത്തിൽ നിർണായകമായ ഒന്നായിരുന്നു. മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച്, ടെറിട്ടോറിയൽ ആർമി, ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ്, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവരുൾപ്പെട്ടതായിരുന്നു ഈ സംഘം. അവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഈ സൈന്യത്തിന് യാത്രയയപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നുമുള്ള മാലിന്യ നിർമ്മാർജ്ജനം മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മിഷനുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സംഘടനകളുടെയും ഏകോപനത്തിലൂടെയാണ് ഇത് സാധ്യമായത്. ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ, ശുചിമുറി മാലിന്യത്തിൻ്റെ ശാസ്ത്രീയ സംസ്കരണം, സാനിറ്ററി ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ സംസ്കരണം, ഹരിത ചട്ടപാലനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കിയാണ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത്. വയനാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് 110ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾ ദിനംപ്രതി സേവനം നൽകുന്നുണ്ട്. ക്യാമ്പുകളിലും വിവിധ മേഖലകളിലുമായി 112 മാലിന്യ ശേഖരണ ബിന്നുകൾ സ്ഥാപിക്കുകയും ദുരന്ത മേഖലയിലും ക്യാമ്പുകളിലുമായി 46 ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റ നഗരസഭയിലെ 10 KLD കപ്പാസിറ്റിയുള്ള കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി 4 മിനി MCFകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. ജൈവമാലിന്യ സംസ്കരണത്തിനായി കൽപ്പറ്റ നഗരസഭയുടെ വിൻറോ കമ്പോസ്റ്റ് സംവിധാനവും അജൈവ മാലിന്യ പരിപാലനത്തിനായി MCF സംവിധാനവും ഉപയോഗപ്പെടുത്തുന്നു. ക്യാമ്പുകളിലെ ഖരദ്രവ മാലിന്യ സംസ്കരണത്തിനായി പുതിയ കമ്പോസ്റ്റ് പിറ്റുകളും സോക്ക് പിറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട്. 44.02 ടൺ അജൈവ മാലിന്യവും 9.9 ടൺ ജൈവമാലിന്യവും 0.28 ടൺ സാനിറ്ററി മാലിന്യവും 2.6 ടൺ ബയോമെഡിക്കൽ മാലിന്യവും 101.3 കിലോ ലിറ്റർ ശൗചാലയ മാലിന്യവും 11.19 ടൺ തുണി മാലിന്യവും ഇതിനോടകം ശാസ്ത്രീയമായി സംസ്കരിച്ചിട്ടുണ്ട്. നിലവിൽ വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്നതിനായി സാധനങ്ങൾ ശേഖരിച്ച് അയക്കേണ്ടതില്ല. നേരത്തെയും ഇത് അറിയിച്ചതാണ്, പക്ഷേ പിന്നെയും അത് വന്നുകൊണ്ടിരിക്കുന്നവരാണ് വീണ്ടും പറയുന്നത്. ആവശ്യത്തിൽ കൂടുതലാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത്. പച്ചക്കറി, ബേക്കറി സാധനങ്ങൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇവയെല്ലാം പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഇവയുടെ സൂക്ഷിപ്പും വിതരണവും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്.
ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ്. വയനാട്ടിലെ കളക്ഷൻ സെൻറ്ററിൽ 7 ടൺ തുണിയെത്തി. പക്ഷെ ആർക്കും വിതരണം ചെയ്യാൻ പറ്റുന്നതല്ല, കാരണം അത് ഉപയോഗിച്ച് പഴകിയതായിരുന്നു. ഈ ഉപയോഗിച്ച് പഴകിയ 7 ടൺ എന്തു ചെയ്യും? സംസ്കരിക്കുക. അത് സംസ്കരിക്കാനായി അയക്കേണ്ടി വന്നു. അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ഉപകരിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം, പക്ഷേ ഈ പ്രവൃത്തി ഫലത്തിൽ ഉപദ്രവമായി മാറുകയാണ് ഉണ്ടായത്. ഇതും നമ്മുടെ ഈ നല്ല മനസ്സോടെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇതിന് ഏറ്റവും നല്ല വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകുക, അല്ലെങ്കിൽ കലക്ട്രേറ്റുകളിൽ ചെക്ക് മുഖേനയോ ഡ്രാഫ്റ്റ് മുഖേനയോ നൽകുക. അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനുള്ള അക്കൗണ്ട് നമ്പറുകളൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ആ വഴി സ്വീകരിക്കാം. ആ വഴി സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല മാർഗം.